ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. മായന്നൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടുമന ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി പ്രവീൺ എംബ്രാന്തിരിയുടെയും കാർമ്മികത്വത്തിലാണ് പൊങ്കാല മഹോത്സവം നടന്നത്. ഭക്തി നിർഭരമായ ചടങ്ങിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ക്ഷേത്രാങ്കണത്തിൽ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്ക് ചടങ്ങുകൾ സായുജ്യമേകി. മായന്നൂർക്കാവ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിപ്പാട് പൊങ്കാല മഹോത്സവ ചടങ്ങുകളെ കുറിച്ച് സംസാരിക്കുന്നു. മായന്നൂർക്കാവിലെ എല്ലാ വർഷവും നടത്തിവരാറുള്ള പൊങ്കാല മകരച്ചോതി ദിവസം ഇന്ന് നടക്കുകയാണ്. പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയൊക്കെ ഉണ്ടാവും. എന്നാലും ഒരു രണ്ട് വാക്ക് പറയാം. ഈ നമ്മളുടെ എല്ലാം ഈ കാണുന്ന ശരീരം എല്ലാം പഞ്ചഭൂതാത്മകമാണ്. പഞ്ചഭൂതാത്മകം എന്ന് പറഞ്ഞാൽ പൃഥ്വി, ഭൂമി, ആകാശം, വായു, അഗ്നി തുടങ്ങിയിട്ടുള്ള 5 പഞ്ചഭൂതാത്മകമായ ശരീരം. ആ ശരീരത്തിൻ്റെ ഏറ്റവും നിലനിൽപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം അന്നമാണ്. അന്നം നമ്മൾ എല്ലാവരുടെയും ആർജിച്ച ആ ധനത്തിൻ്റെ ഒരു അംശം നമുക്ക് ഈ ഭഗവതിക്ക് വേണ്ടി ഈ പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുന്നതാണ് പൊങ്കാല. ആ അന്നരൂപത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ, ആ സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ഭഗവതിക്ക് സമർപ്പിക്കുന്ന ഒരു ഭക്തർ നേരിട്ട് ഭഗവതിക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് പൊങ്കാല എന്ന് പറഞ്ഞാൽ. ആ ദേവിയും ഭഗവതിയായിട്ടുള്ള ആ ബന്ധത്തിന്റെ ഏറ്റവും ഒരു ഉദാത്തമായ ഒരു ഉദാഹരണമായി. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മായന്നൂർ ദേവസ്വവും ക്ഷേത്ര ഉപദേശക സമിതിയും സംയുക്തമായാണ് പൊങ്കാല മഹോത്സവ പരിപാടികൾ ക്ഷേത്രത്തിൽ നടത്തിയത്. ക്ഷേത്രത്തിൽ കാർമ്മികത്വം വഹിക്കുന്ന പ്രവീൺ എംബ്രാന്തിരി, ശ്രീധരൻ സ്വാമി, മായന്നൂർ ദേവസ്വം ഓഫീസർ VC സുബ്രഹ്മണ്യൻ, മുൻ ഉപദേശക സമിതി സെക്രട്ടറി സുരേഷ് തുടങ്ങിയവർ പൊങ്കാല മഹോത്സവ പരിപാടികൾ വിശദമാക്കി. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് നാരായണൻ, സെക്രട്ടറി പ്രേംകുമാർ, പ്രവീൺ T മായന്നൂർ, ക്ഷേത്രം കോമരം രാമനാരായണൻ നായർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മായന്നൂർ കൊണ്ടാഴി ദേശ കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു. മായന്നൂർക്കാവിലെ നമ്മൾ കുറച്ചു കാലങ്ങളായി പൊങ്കാല നടത്തി വരുന്നു. ദേവസ്വമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ക്ഷേത്രം തന്ത്രിയുടെയും മേൽശാന്തി പ്രവീൺ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലാണ് ഇന്ന് പൊങ്കാലയ്ക്ക് തീ പടർന്ന് പണ്ടാരടുപ്പിൽ തീ പടർന്നതിന് ശേഷം മറ്റുള്ള അടുപ്പുകളിലേക്ക് തീ പകർന്നു നൽകിയിട്ടാണ് പൊങ്കാല ആരംഭിച്ചത്. ഇവിടെ കർഷകരാണ് കൂടുതലും മായന്നൂർ ദേശത്ത്. കർഷകൻ കൃഷിയിടത്തിലിറക്കിയ വിത്ത് ചെടിയായി, പൂവായി, വിത്തായി, വീണ്ടും അരിയായി പൊങ്കാലക്കലത്തിൽ ഇന്ന് ഭഗവതിക്ക് കർഷകന് കിട്ടിയ ആദായത്തിൻ്റെ ഒരു പങ്ക് സമർപ്പിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം വെച്ചിട്ടുകൊണ്ടാണ് ഇന്ന് ഈ പൊങ്കാല സമർപ്പിക്കുന്നത്. എല്ലാ ഭക്തരും ഇതിൽ അണിചേർന്നിട്ടുണ്ട്. ഒരുവിധം ഏകദേശം 150 പൊങ്കാല സമർപ്പണമാണ് ഭഗവതിക്ക് സാധാരണ നടക്കാറ്. അത്തരം ആളുകൾ ചെയ്യുന്നു. CC ന്യൂസ്, കൊണ്ടാഴി.